റോഡ് വൈഡനിങ് വരുന്നത് മാത്രം കുറുവാസനം കുഞ്ഞമ്മ നമ്മുടെ ജോസഫിനെ കാണിച്ചില്ല. ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കളറ് വരെ കൃത്യമായി പ്രവചിക്കുന്ന കുറുവാസനം ജോസഫിന് റോഡ് വൈഡനിങ് വന്ന് തൻ്റെ പൈശാചിക കേന്ദ്രം പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് എന്തുകൊണ്ടോ കുറുവാസന മാമി കാണിച്ചു കൊടുത്തില്ല. കോയമ്പത്തൂരിൽ പാവപ്പെട്ട തമിഴ് മക്കളെ അമ്മയുടെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു അണ്ണാച്ചി വിജയകുമാറാണ് ചവിട്ടുനാടകവുമായി നടന്നിരുന്ന ജോസഫിന് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. അവർ ഇരുവരും വേളാങ്കണ്ണിയിൽ പോയി കാര്യങ്ങൾ പഠിച്ചു. ഇരുവരും ചേർന്നാണ് കുറുവാസന മാമിയെ വെച്ച് കച്ചവടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സകലർക്കും സൗഖ്യം വാരിക്കോരി കൊടുക്കുന്ന ജോസഫ് തൻ്റെ തിമിരം ബാധിച്ച് കാഴ്ചകൾ മങ്ങിയ ആ കണ്ണുകൾ സർജറി നടത്തുവാൻ പമ്മിപ്പോയത് കോയമ്പത്തൂരിൽ ആയിരുന്നു. കണ്ണാടിയില്ലാത്ത ജോസഫിന് വാച്ചാൻ സാധ്യമല്ല. ഷുഗറിൻ്റെ അളവ് കേട്ടാൽ ബോധം കെടും. ഒരു ദിവസം ഡൈ അടിച്ചില്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ ജോസഫ് തന്നെ പേടിച്ചു പോകും. ഈ ജോസഫാണ് നാട്ടുകാരുടെ മാറാവ്യാധികൾ മാറ്റിക്കൊടുക്കുന്നത്. കുറുവാസനം ജോസഫിൻ്റെ കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അത്ഭുത ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ ജോസഫിനെയും അവൻ്റെ ശിങ്കിടികളെയും വെല്ലുവിളിച്ചിരുന്നു. ജോസഫ് കിണഞ്ഞ് ശ്രമിച്ചെന്ന് ചില പ്രേക്ഷകരുടെ കോളുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇതുവരെ ഒരു ചുക്കും സംഭവിച്ചില്ല. ഇതിനെയാണ് ഞങ്ങൾ ദൈവാനുഗ്രഹം എന്ന് വിളിക്കുന്നത്. ഇതുപോലെയുള്ള കള്ളനാണയങ്ങളെ വലിച്ചു കീറുവാൻ പൊളിച്ചെടുക്കുവാനുള്ള നിയോഗം ഞങ്ങൾക്കാണെന്ന് ഞങ്ങൾ വിനീതരായി മനസ്സിലാക്കുന്നു. ഇനി കത്തോലിക്ക സഭാംഗവും കോയമ്പത്തൂർ സ്വദേശിയുമായ ജൂബി ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. എന്റെ പേര് ജോബി എന്നാണ്. ഞങ്ങള് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അടുത്ത് തിരുപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്. ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട 2 കൃപാസനത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ? അതെന്താ ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ സംസാര ഭാഷയായിട്ട് വന്നത്. അത് ബ്രദറിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഫുൾ ഇംഗ്ലീഷിലാണ് ആരോ ബാക്കിന്ന് സംസാരിക്കുന്ന പോലെ കേട്ടത്. അത് ശരിക്കും വല്ലൊരു ഹാക്ക് ചെയ്തതാണോ നമ്മുടെ ചാനല്? ഇല്ലില്ല, ചാനലൊന്നും ഹാക്ക് ചെയ്തിട്ടില്ലല്ലോ. അത് ഫുൾ ഇംഗ്ലീഷാണ്. അപ്പൊ ഞാൻ ബ്രദറിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതെന്താ ഇംഗ്ലീഷിലൊന്നും ബ്രദർ അങ്ങനെ ഒന്നും ഇടാറില്ലല്ലോ, ഒക്കെ മലയാളത്തിലാണല്ലോ സാധാരണ വരാറ്. ഇത് എന്ത് പറ്റി ഇങ്ങനെ ഒരു സംഭവം? ആ കൃപാസനത്തിനെ പറ്റിയിട്ടുള്ള അപ്പൊ അയാളുടെ വല്ല കൂലിക്കാര് വല്ല കണക്കുണാതി വല്ല തെരിത്തരങ്ങൾ ചാൻസതാണോ എന്നൊരു ഡൗട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചു നോക്കിയപ്പോ ഫോൺ എടുത്തില്ല. ആ കൃപാസനത്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു വീഡിയോ ഇന്നലെ ഇറക്കിണ്ടായില്ലേ, അതില് ഇങ്ങനെ ഫുൾ ഇംഗ്ലീഷ്. ബ്രദറ് ഇപ്പൊ ഇങ്ങനെ അലക്കണ വീഡിയോ എന്തെങ്കിലും ബ്രദറിന്റെ സൗണ്ട് അല്ല, വേറൊരു പെണ്ണിന്റെ സൗണ്ട് പോലത്തൊരു സൗണ്ടാണ് വീഡിയോയില് കേൾക്കണത്. കുറുവാസനം കുഞ്ഞമ്മയുടെ മാജിക്കാണോ? അതെ, ആ മൂപ്പര് അയാളുടെ കൂലി നക്കാപ്പിച്ച കൂലി മേടിച്ചിട്ടേ കാണിക്കുന്ന വല്ല കൂലിപ്പണിക്കാരും വല്ല ചെയ്ത പണിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. അയാളെ ഇനി ആ വൃത്തികെട്ട കൃപാസനത്തിൽ കണ്ണ് ദൃഷ്ടിക്ക് കണ്ടുകൂടാ. അത് വേറെ വിഷയം. ഇവിടെ നിങ്ങളുടെ പള്ളിയിൽ തന്നെ ഇങ്ങനത്തെ ഈ മാസികയും മണ്ടങ്ങട്ട ആ പേപ്പറും കൊണ്ട് വരുന്ന കുറെ കണക്കുനാടികളുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞ ഓടിക്ക് ഞാൻ ചെന്ന പിടിച്ചിട്ട് ഞാൻ പറയും, നിങ്ങളെ ഈ വേഷം കിട്ടി എന്റെ അടുത്ത് വേണ്ട, ബാക്കി ആരുടെ അടുത്ത് വേണമെങ്കിൽ കൊടുത്തു, എനിക്ക് ഈ സാധനം ആശ്ചര്യമാന്ന് പറയും. കാരണം കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയാണ് കത്തോലിക്ക സഭയിലുള്ള ആകെയുള്ള ഉടമ്പടി. അത് പുതുക്കാൻ പോലും കർത്താവ് ഒരു ഉടമ്പടി പത്രം ചോദിച്ചിട്ടില്ല. ദിവസവും വന്ന കുർബാന ഓർമ്മ പുതുക്കിയാൽ മതി എന്നാണ് കർത്താവ് പറഞ്ഞത്. പിന്നെ അതില് വലിയ പത്രം ഉണ്ടാക്കുക ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? ഇയാളെ ആരെയും അധികാരം കൊടുത്തിട്ട് ഈ പത്രം എടുക്കാനും ഉടമ്പടി പുതുക്കാനും ഏതും ഇതെന്നാ അയാളെ വിളിക്കണ്ടേ? ഇത്ര കള്ളനും കള്ളെന്ന് പറഞ്ഞാൽ പോരായാലോ, മോണ്ട കണ്ടാ തന്നെ മനസ്സിലായാലും ഒരു ലോക ഫ്രോഡാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇയാൾ ഈ അത്ഭുതം കാണാനാണ് ആൾക്കാർ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗുണമില്ലാത്ത ഒരു സാധനത്തിന് ആൾക്കാർ, ഞാൻ പറയാം ഈ അത്ഭുതത്തിന്റെ പിന്നാലെ പോണേക്കാട്ടിലും നല്ലത് വേറെ എന്തൊക്കെ ചെയ്യാം. പ്രാർത്ഥിച്ചാ പോരെ, ഇവരുടെ ആവശ്യമില്ലാത്ത ഈ പണിക്ക് എന്തിനാ? പിന്നെ ഇയാൾക്ക് തന്നെ എന്തോരം അസുഖങ്ങളാ, അത് അയാൾ ഇന്ന് വരെ മാറ്റിയിട്ടില്ല. ഇയാളുടെ ട്രീറ്റ്മെന്റ് ഫുള്ള് കോയമ്പത്തൂർ തന്നെ നടക്കുന്നുണ്ട്. ഇയാൾ അവിടുന്ന് മാസം കോയമ്പത്തൂര് വലിയ വലിയ ആശുപത്രികളിലാണ് ഇയാളുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. ഇയാളുടെ മാതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ അസുഖം മാറ്റി കൊടുക്കുന്നില്ല, പിന്നെയാണ് ഇയാളുടെ മാതാവ് നാട്ടുകാരുടെ അസുഖം മാറ്റാൻ നടക്കുന്നത്. ഇയാൾക്ക് ഒടുക്കത്തെ ഷുഗറാണ് ഇയാൾക്ക്. ഇയാളുടെ ഈ ഷുഗർ മാത്രം ഇയാളെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നിട്ടാണ് അയാളെ നാട്ടുകാരുടെ മൊത്തം അസുഖത്തിന് ഹോൾസെയിൽ ഡീലറായിട്ട് നടക്കുന്നത്.
അയാൾ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറിയിട്ടാണ് വണ്ടി പിടിച്ചിട്ടാണ് ഈ കോയമ്പത്തൂർ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകുന്നത്. ഇത്രയും വല്ലാത്ത വേഷം കിട്ടി എടുക്കണ ഇയാൾക്ക് സ്വന്തം അസുഖം മാറ്റാൻ പറ്റാത്ത ഇയാൾ ഇങ്ങനെ ഒന്ന് ബ്രദറെ നാട്ടുകാരുടെ അസുഖം മാറ്റുന്നത്. ഇയാള് ശരിക്കും ബ്രദറിന്റെ ഭാഷയിൽ പറഞ്ഞ ആ സംഭവം ഇനി ഒന്നുകിൽ അവിടെ മീൻ പിടിക്കാൻ വേണം പോണ വല്ല മുക്കോന്റെ അമ്മയായിരിക്കും ആ മാതാവ്, അല്ലെങ്കിൽ ഇയാളുടെ കുഞ്ഞമ്മയായിരിക്കും. വേറെ ആരാവാൻ വഴിയില്ല. ആ സംഭവം ഇതൊരു മാതാവന്നില്ല. പിന്നെ ഇവിടെ നിന്ന് പോയ ചിലവരും എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണണമെങ്കിൽ അവിടുത്തെ ഉടമ്പടി എടുക്കണം. എടുക്കാത്തവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണാൻ പറ്റില്ല. എന്താ അവരെ കണ്ണെന്താ വല്ല പ്രശ്നമുണ്ടാ? മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം ഉണ്ട് ഇത്ര അവിടെ. അത് ഉടമ്പടി എടുത്തവർക്ക് മാത്രം അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇല്ലാത്തവരിനൊക്കെ ഒരു പുറത്ത് വേറെ സ്ഥലത്ത് അത്ര പ്രാർത്ഥന. ഇയാളുടെ തന്നെ ഒരു അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞത് കുടിച്ച് കൂത്താടി കാനയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത്. ഇയാളൊരു അഭിമുഖം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചാനലില്. ഞാന് ഒരു കാനയിൽ കുടിച്ച് ബോധം കെട്ട് കിടന്നിരുന്ന ഒരു മനുഷ്യൻ. പിന്നെയാണ് അത്ര അയാൾക്ക് ഈ ബോധോദയം ഉണ്ടായത് ഈ മാതാവിനെ വെച്ചിട്ടുള്ള കളി കളിക്കാൻ. കാരണം അയാൾക്ക് മനസ്സിലായി നല്ല ഇത്. പിന്നെ ഒരു ബ്രദർ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞ കേസ് എന്താ വെച്ചാൽ ഈ ആലപ്പുഴ രൂപത കുറെ കാശ് ലോൺ എടുത്തിട്ട് പല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിണ്ട് ഇത്ര. അവർക്ക് അതൊന്ന് വിചാരിച്ച് ലാഭം കിട്ടാതെ ഇത് ലോൺ തിരിച്ചടയ്ക്കണം. അപ്പൊ ഈ ധ്യാനകേന്ദ്രം രൂപത ഏറ്റെടുത്ത് ഇയാളെ അവളെ നിലനിർത്തിക്കൊണ്ട് നിരുന്ന ഒരു മാസം ഏറെക്കുറെ ആ ബ്രദർ പറഞ്ഞ ഒരു കോടിയുടെ അടുത്ത് അവിടെ വരുമാനം ഉണ്ട് അവർക്ക്. ആ കാശ് രൂപതയിലേക്കും മറിച്ചു വിറ്റ് കൊടുത്തിട്ടാണ് രൂപത. അതുകൊണ്ടാണ് ഈ രൂപത ഇതിനെ എതിർക്കാത്തത്. നല്ല വരുമാനമാണ്. രണ്ടാമത്തെ കേസ് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഇയാള് പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് വരെ രൂപത അംഗീകരിച്ചിട്ടില്ല, നമ്മുടെ തിരുസഭ അംഗീകരിച്ചിട്ടില്ല. മാതാവ് പ്രസിഡന്റ് അയാൾ തന്നെ ഈ കൃപാസനം ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻ തന്നെ പറയുന്നുണ്ട് ഇത് മാതാവ് ഇത് തിരുസഭ അംഗീകരിക്കാൻ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ. ആര് പ്രാർത്ഥിക്കുന്നേ? ഞാൻ പറയുന്നത് പൊന്നു ബ്രദറെ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇപ്പൊ ഇസ്രായേൽ ഗാസയില് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുക. ഇയാളുടെ 10 ഉടമ്പടി ഇഷ്ടം അയച്ചു കൊടുക്കട്ടെ. ഇയാള് എത്ര മനുഷ്യരെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഒരു 10 ഉടമ്പടി 10 ആ ഉക്രൈൻ പ്രസിഡന്റിന്റെ പേരിൽ ഒരു 10 റഷ്യൻ പ്രസിഡന്റ് പുട്ടിന്റെ പേരിൽ എടുക്കട്ടെ. എന്നിട്ട് രണ്ടും കൂടെ അയച്ചു കൊടുക്കുക. ഇയാൾ യുദ്ധം നിർത്താച്ചെങ്കിൽ കുറെ മനുഷ്യർക്ക് ഇങ്ങനെ ഉപകാരം ഉണ്ടാവില്ല ചങ്ങാതി. അതൊക്കെ പോട്ടെ, ഇവനാ ഒരു 10 പത്രം എടുത്തോണ്ട് അവിടുത്തെ ജനറൽ ആശുപത്രിയിലോ അവിടുത്തെ മെഡിക്കൽ കോളേജിലോ കിടക്കുന്ന പാവങ്ങളുടെ അടുത്ത് പോയി എന്നാൽ അവരുടെ അസുഖങ്ങളൊന്നും മാറ്റട്ടെ. അത് മാറിയതല്ലേ. ഇയാൾക്ക് മാതാവ് വരുന്ന ദിവ്യദർശനം കിട്ടി ഇവൻ എല്ലാ സാധനം കാണുകയും ചെയ്യും. എന്നാൽ ഇവൻ കൊണ്ട് റോഡ് സൈഡിൽ ഇവന്റെ പൈശാചിക കേന്ദ്രം വെച്ചപ്പം അത് വൈഡനിങ് വരുമ്പോ അത് പൊളിച്ചു കളയുന്ന ഇവൻ മാത്രം കണ്ടില്ല. ഇപ്പം വൈഡനിങ് വന്നപ്പോഴത്തേക്കും അവന്റെ സാധനം എല്ലാം പൊളിച്ചു കളയാൻ പോവാ. അതൊന്നും അവന്റെ ദിവ്യദൃഷ്ടി തെളിഞ്ഞില്ല. അയാള് ശരിക്കും ഒരു കാട്ടുകൊള്ളാൻ. അയാളുടെ സംസാരത്തിൽ 2 ദിവസം മുന്നേ ബ്രദർ ഇട്ടൊരു വീഡിയോയില് അവളൊരു തറയാണെന്നോ എന്തോ ഒരു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചിട്ട് ഒരു സ്ത്രീനെ പറ്റിയിട്ട് പേയാന്ന്. എന്തുമാത്രം ഒരു മാതാവോ അല്ലെങ്കിൽ ഒരു ദൈവിക ചിന്തയുള്ള ഒരു മനുഷ്യന്റെ വായെന്ന് വരുന്ന വാക്കാണോ അതൊക്കെ? അയാൾ എവിടെ തച്ചെന്ന് അയാൾ അച്ഛനല്ല വിളിക്കുന്നത്. എന്ത് പറയണമെന്ന് ചോദിച്ചാൽ അയാളെ 10 വാക്ക് മലയാള ഭാഷയിൽ ഇല്ല. അത്രയും എനിക്ക് പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്ത് ബ്രദറിന് ആ വീഡിയോയില് ആ കൃപാസനത്തിനെ പറ്റിയിട്ട് ഇന്നലെ ഇട്ടൊരു വീഡിയോ. ഞാൻ എല്ലാ വീഡിയോ അപ്ഡേറ്റ് കാണുന്ന ആളാണ്. അതുകൊണ്ട് കണ്ടുവയ്ക്കുക. അത് ഫുള്ള് ഇംഗ്ലീഷിലാണ് അതിന്റെ ബാക്കിന്ന് സൈഡ്. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു എന്നാ ഇംഗ്ലീഷിലുള്ള വല്ല ഒരു വിശ്വാസി ഫോണിൽ സംസാരിക്കുക. അപ്പൊ ഞാൻ വെച്ചാൽ ഇനി വിദേശത്തുനിന്ന് വല്ലവരും ഇതിനെ കുറിച്ച് സംസാരിക്കണ്ടാവോ? പിന്നെ അവസാനം വരെ നോക്കുമ്പോഴും ഈ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ബ്രദറിന്റെ സൗണ്ട് അതിൽ വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ എന്തോ ഡൗട്ട് ഉണ്ട്. അയാളുടെ നക്കാപ്പിച്ച കാശ് മേടിക്കണ ഏതോ അലവലാദികള് അതിനെ കൂലിപ്പണി എടുക്കണ്ടോ, ചാനൽ ഹാക്ക് ചെയ്തെന്തോ ഒരു ഡൗട്ട് അടിച്ചപ്പോ ഞാൻ അപ്പൊ തന്നെ വിളിച്ചതാണ് കേട്ടോ. ഇതിലാണോ കത്തോലിക്ക സഭയിലാണോ? ഞാൻ കത്തോലിക്ക സഭയിൽ തന്നെ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ വൃത്തികേടുകൾക്കൊന്നും കൂട്ടിക്കുന്ന ആളല്ല. നിങ്ങളുടെയൊക്കെ വൈദികരോട് ചോദിക്കാത്തത് നമ്മുടെ പള്ളിയൊക്കെ പൂട്ടാത്തത് ഈ കുർവാസനത്തിലാണ് നമ്മുടെ മാതാവ് പോയിരിക്കുന്നെങ്കിൽ? ഞാന് ഞങ്ങളുടെ വികാരിയച്ഛനോട് പേഴ്സണലായിട്ട് റൂമിൽ പോയി കണ്ട് ചോദിച്ചതാണ്. അച്ഛന് ഈ പറയുന്ന ഉടമ്പടിയെ കുറിച്ച് എന്താ അഭിപ്രായം? അച്ഛൻ എന്നോട് പറയാണ് ഇതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ അത് എന്നോട് പറഞ്ഞ കാര്യമില്ല. ഈ ആൾക്കാരെ നിന്നിട്ട് ഇത് വിളിച്ച് പറയാൻ അച്ഛന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാന്. അല്ലാതെ എന്നോട് പറയേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഒരു അഭിപ്രായം ഇല്ല ഈ സാധനത്തിനെ പറ്റിയിട്ട്. അതുകൊണ്ട് എന്നോട് ആ കുർബാസനത്തിനെ പറ്റിയിട്ട് അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ അങ്ങോട്ട് പോകാനും പോണില്ല, അതിനെ കുറിച്ച് ശ്രദ്ധിക്കാനും പോണില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അച്ഛന് ധൈര്യം ഉണ്ടാ.
ഈ ആൾക്കാരവ് നിന്നിട്ട് നാളെ തൊട്ടുമ്പടെ പള്ളിയിൽ നിന്ന് ആര് കൃപാസനത്തിക്ക് പോവണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ട്. അപ്പൊ അച്ഛൻ മിണ്ടുന്നില്ല. എല്ലാവർക്കും സാമ്പത്തിക മേഖല നല്ല നോട്ടാണ്, അതാണ് പ്രശ്നം. അല്ലാതെ പിന്നെ സാറിന്റെ ആ തെണ്ടൽ രാജാ പുരസ്കാരം അത് നല്ല സംഭവമായിട്ട് അത് ആർക്ക് കൊടുക്കണം? സൗദിന്റെ അഭിപ്രായത്തിൽ തെണ്ടൽ രാജയ്ക്ക് ഏറ്റവും യോഗ്യനായ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്. എനിക്ക് ആ കല്ലിന്റെ സംഭവം വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല സംഭവമായിരുന്നു. കല്ല് വെച്ചിട്ട് ഒരു കളി കളിച്ചില്ലേ, ഒരു മറ്റേ മാന്റെ രൂപതയെന്നോ അവിടെയുള്ള ഒരു പള്ളിയില് ഈ കല്ലുകൾ കഥ പറയുന്നു. ബ്രദർ ഇട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, കല്ലുകൾ കഥ പറയുന്നു. എല്ലാവരും 3000, 4000, 5000 ഒക്കെ രൂപ കൊടുത്ത് കല്ല് മേടിച്ചോ. എന്താ പറയാ, തോട്ടിലും പാടത്തും കിടക്കുന്ന കണ്ട വെള്ളാരം കല്ല് മുഴുവൻ പറക്കി കൊണ്ടുവന്നിട്ട് കല്ല് മേടിച്ചു വെച്ചോ എന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു സംഭവമാണ്. ഈ ലോകത്ത് ഇന്നുവരെ ആരും ചെയ്യാത്തൊരു പണി ആയതുകൊണ്ട് അതൊരു വെറൈറ്റി കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു വെറൈറ്റി പുരസ്കാരം അതിനെ കൊടുക്കണം. അവന് പ്രത്യേക പുരസ്കാരം കൊടുക്കാം. എന്നാലും തെണ്ടൽ രാജായി 2025 നമ്മുടെ കുർവാസനം ജോസഫ് വന്നാൽ എങ്ങനെയുണ്ട്? അയാളെ കുറിച്ച് കേക്കണത് എനിക്ക് അറക്കി വളരും. അത്ര വൃത്തികെട്ടൊരു മനുഷ്യൻ. അയാളെ രാജാന്നല്ല വിളിക്കുന്നത്. അത് കുറച്ചും കൂടി മാന്യതയുള്ള ഒരു മനുഷ്യന് കൊടുത്തു. ഇയാളെ കുറച്ച് ഇയാളെ കുറിച്ച് ഈ കൃപാസന ജോസഫിനെ കുറിച്ച് എനിക്ക് ഒരഭിപ്രായവും ഇല്ല. പക്ഷെ അയാളെ പോലും വൃത്തികെട്ട ഒരു സാധനം. എന്തൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിച്ചു, എന്തൊക്കെയാ ഈ സഭേനെ നഹിളം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും അത്ഭുതം കാണാൻ കുറെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പറഞ്ഞ് കയറ്റി വിടുക. ഞാൻ അവിടേക്ക് പോണവരോടൊക്കെ പറയും, നിങ്ങൾ ഒരു കണ്ടെയ്നർ ലോറി വലിച്ചിട്ട് പോ. കാരണം ഈ മാതാവ് സ്വർഗത്തിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ചോദിക്കുന്നത് നിർത്തി തരും. അപ്പൊ ഇതൊക്കെ മേടിച്ചിട്ട് വരാൻ കയ്യിൽ സഞ്ചൊന്നും ശരിയാവില്ല മക്കളെ. ഞങ്ങളെല്ലാവരും പോകുമ്പോ ഒരു ലോറി, കണ്ടെയ്നർ ലോറി മേടിച്ചിട്ട് പൊക്കോളാൻ പറയും. അതാണ് കൂടുതൽ ബെറ്റർ. കാരണം അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കണ്ടെയ്നർ ലോറിയിൽ നമ്മൾ കണ്ടെയ്നറിലാക്കി കൊണ്ടുവരാമല്ലോ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ. അല്ലാതെ അതൊന്നും ബാഗിലാക്കി കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ ഇവർ ചോദിക്കുന്നത്. പിന്നെ മാതാവാണെങ്കിൽ ചോദിക്കുന്നത് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാ എന്റെ ബ്രദർ, ഇയാളെ ശാപയുടെ ഒരു ശാപാണ് സത്യം പറഞ്ഞാല്. ഞങ്ങളുടെ ഈ പള്ളിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ വേഷം കെട്ടിന് പോകുന്നുണ്ട്. പിന്നെ ഇയാളുടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ബ്രദറെ. ഈ കാശ് രൂപം വെച്ചിട്ട് പരീക്ഷ എഴുതി ജയിപ്പിക്കുന്ന ഒരു വിദ്യ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ മാതാവ് ഇത്രയും മഹാപാപം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകലില്ലാതെ ഉറക്കൊലിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ ഒരു പുല്ലിന്റെ വിലയില്ലാതെ ആക്കിയിട്ട് ഒരു പണിയില്ലാതെ തേരാപാലം നടന്ന് ഒരു കാശ് രൂപം മേടിച്ച് പരീക്ഷയിൽ 100 മാർക്ക് മേടിക്കുക. ഇങ്ങനെ മാതാവ് ഒരാളെ സഹായിക്കും ബ്രദറെ. അപ്പൊ ഈ അധ്വാനിക്കുന്ന മനുഷ്യന് ഒരു വിലയില്ലേ? പകലില്ലാതെ ഉറക്കൊളിച്ചും കഷ്ടപ്പെട്ടും വായിച്ചും എഴുതിയൊക്കെ പഠിച്ച് ജയിക്കാൻ വേണ്ടി ജയിക്കുന്ന കുട്ടികളെ പുല്ലിന്റെ വിലയില്ലാത്ത അവസ്ഥയിലല്ലേ ഈ കാശ് രൂപം പരീക്ഷ എഴുതുന്നത്. എങ്ങാനൊരു ജോലി കിട്ടിയെന്ന് വെച്ചാൽ ഇവനൊക്കെ വെച്ചിട്ട് നാട്ടുകാര് എന്തുപകാരം എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇവനെ വല്ല പണി അറിഞ്ഞിട്ട് വേണ്ടേ? ഇവനെ വല്ല എഴുത്ത് വായന അറിയും? ഇവന്റെ എഴുത്ത് വായന ഫുള്ള് കാശ് രൂപല്ലേ ചെയ്യുന്നത്. ഈ കാശ് രൂപം ഇവനെ ജോലിയിൽ മൊത്തം ഇവനെ സഹായിക്കുവോ? ഈ മാതാവ് ഇത്രയും നെറികെട്ട ഒരാളായിട്ട് ഈ അച്ഛനെ എന്താ വേണ്ടത്? അച്ഛനൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പഠിച്ചും അല്ലെ, അതിലൊരു ന്യായം വേണ്ട ബ്രദറെ അതില്. എത്ര കുട്ടികൾ കഷ്ടപ്പെട്ട് പരീക്ഷ പഠിച്ച് എഴുതാന്ന് വെച്ച് പോകുമ്പോ ഒരു അന്തവും കുന്തവും ഇല്ലാത്തവൻ ഈ കാശ് രൂപ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് പോയിട്ട് 100 മേടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥ ഉണ്ടെന്ന് ചിന്തിച്ചോക്കിയേ. ഇത്രയും മോശം ഇങ്ങനെ ഒരു മാതാവ് പണിയെടുക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം മാതാവിന് അറിയാലോ മനുഷ്യന്റെ അവസ്ഥകൾ. മാതാവെന്ന് പറയാം, ഞാൻ അതുകൊണ്ടല്ലേ ഇത് കുർവാസനം കുഞ്ഞമ്മ എന്ന് പറയുന്നത്. അയാളുടെ മാതാവല്ല, ശരിക്കുള്ള മാതാവിന് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ലേ? മാതാവ് കാര്യം എന്ന് പറഞ്ഞാലും എത്രയോ കാലം ഈ കുറച്ച് ആവശ്യം 10-20 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മനുഷ്യന്റെ അധ്വാനത്തിന് ഒരു പുല്ലിന്റെ വില കൽപ്പിക്കാത്ത ഒരാളാവോ മാതാവിനെ? പിന്നെ ഈ ഒരു സ്ഥാനത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ സത്യത്തില്? ഈ കാശ് രൂപവും ഈ കണ്ണി കണ്ട പേപ്പറും കണിഗുണന്റെയും ഒക്കെ വാങ്ങിച്ച് പരീക്ഷ എഴുതാന്ന് വെച്ചാൽ മാതാവിന്റെ അത്ഭുതങ്ങള് ഈ ബൊണ്ണകൾ മേടിച്ചുകൊണ്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്താൽ മാത്രമേ മാതാവിന്റെ അത്ഭുതങ്ങൾ അവരെ അറിയൂ. അതെ, എന്ത് അത്ഭുതം!
മാതാവിന്റെ അത്ഭുതം. ശരിക്കും പറഞ്ഞ ഇതിന് ഗവൺമെന്റ് നിരോധിക്കണം. ഇതിനെ നിരോധിക്കുന്നത് അത്രയ്ക്ക് അനാചാരങ്ങളുടെ ഒരു കൂടാരായി മാറിയിരിക്കുകയാണ് ആ സാധനം. എത്ര മനുഷ്യരെ ഇനി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അയാള്. എത്ര കാശാണ് അയാൾ ഓരോ പേരും പറഞ്ഞ് കാലത്ത് ഒരു തിരി, ഉച്ചയ്ക്ക് ഒരു തിരി. ഈ തിരിയുടെ കളറിലാണോ മാതാവ് കുത്തിരിക്കുന്നത്? എന്തൊക്കെ മണ്ടത്തരങ്ങളാ ഇവിടെ വിളിച്ചു കൂട അയാള്. ഇതിനെ ശരിക്കും ബ്രദറെ ഇനി ശക്തിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.